Why can't we recruit new people by moving inactive one? One Steve will be always Steve. പിന്നെ എന്താ സീൻ? ഞാൻ ഒരു കാര്യമാരെടുത്ത് കളിക്കാൻ ഇതാക്കിയിട്ട് മതി. Why can't we recruit new people by moving inactive one? One Steve will be always Steve. പിന്നെ എന്താ സീൻ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഗൈസ്, ഞാൻ നിങ്ങളുടെ ഓണസ്റ്റ് ആയിട്ട് ചോദിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയാം, ഞാനിപ്പോൾ ഇവിടെ ഇനാക്റ്റീവ് ആയിട്ടുള്ള ഇപ്പം ഈ ഇടയ്ക്ക് ഒരു സിറ്റിയിൽ തീരെ കയറാത്ത ബോബ്, മാമൻ, ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ഇവിടുന്ന് കിണ്ടിക്കളഞ്ഞിട്ട് ഞാൻ പുതിയ ആക്റ്റീവായിട്ടുള്ള കുറച്ച് പിള്ളേരെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം എന്ന് പറഞ്ഞ് കേൾക്കട്ടെ. കിണ്ടിക്കളഞ്ഞിട്ട് ഇനാക്റ്റീവ് ആയിട്ടുള്ള മെയിൻ സ്ലോട്ടുകൾ എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഈ പറയണ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ പുതിയത് റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള അഭിപ്രായം എന്താണ് നിങ്ങളുടെയൊക്കെ? എനിക്ക് ഹോണസ്റ്റ് ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം ഇന്നത്തോടെ തീരുമാനിക്കാം. ഗുലാൻ ദ മോസ്റ്റ് കമ്മിറ്റഡ് ആണ്. ഉറപ്പായിട്ടും 100%. എൻ്റെ അഭിപ്രായത്തിൽ ഗ്യാങ്സിലോട് എടുത്ത് കളഞ്ഞാലും അവർക്ക് നമ്മളോട് RP ചെയ്യണം. അങ്ങനെയാണെങ്കിലും അതുകൊണ്ട് അവരെ തിരിച്ച് നല്ല ആക്റ്റീവായി കഴിഞ്ഞാൽ ആക്റ്റീവ് അല്ലാതെ ഞാൻ അതാണിക്കും എനിക്ക് തോന്നുന്നത് അതൊരു നല്ല സജഷനാണ്. പക്ഷേ നമ്മുടെ സിറ്റിയിൽ നമ്മുടെ കൂടെ ഗ്യാങ് സിറ്റുവേഷൻ പറ്റത്തില്ല. പകരം കൂടെ RP ചെയ്യാൻ വേണ്ടി മാത്രം അവരെ കൂടെ നിർത്തിയിട്ട് ബാക്കിയുള്ളവന്മാരെ വെടിവെക്കുന്ന പിള്ളേരെ എടുത്ത് ഗ്യാങ് സ്ലോട്ടിൽ ഇടണം പുതിയത്. അതാണ് എൻ്റെ അത് നല്ലൊരു സജഷനാണ് അത് ശരിക്കും പറഞ്ഞത്. അതായത് സ്ലോട്ട് സിയോൺ സിറ്റിയിൽ ഗ്യാങ് സ്ലോട്ട് ഉണ്ടാവില്ല, പക്ഷെ നമ്മുടെ കൂടെ ആയിരിക്കും. നമ്മുടെ കൂടെ നിൽക്കാൻ RP ചെയ്യാൻ വേണ്ടിയിട്ട് പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ആൾക്കാർ, വെടിവെക്കുന്ന പിള്ളേരെ മാത്രമായിട്ട്, അല്ലെ വെടിവെക്കുന്ന കുറച്ച് മെയിൻ ആൾക്കാരെ ഈ പറയണ റീപ്ലേസ് ചെയ്യുന്നവരുടെ സ്ലോട്ടിൽ വെടിവെക്കുന്ന കുറച്ച് ആൾക്കാരെ പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്ത് സ്ലോട്ടിലിടുക. അതേ ഉള്ളൂ തൽക്കാലം. ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ നിഷൻ രവീന്ദ്ര ബ്രോ താങ്ക് യു സോ മച്ച് സ്പോൺസർഷിപ്പ്. നിസ്സു ബ്രോ താങ്ക് യു സോ മച്ച് സൂപ്പർ ചാറ്റ്. മായ ബ്രോ താങ്ക് യു സോ മച്ച് സൂപ്പർ ചാറ്റ്. സത്യം അത് കൊള്ളാം. മെമ്പർ അല്ലെങ്കിലും ഒപ്പം RP കളിക്കാമല്ലോ. അതെ. അതാണ് ഞാൻ അങ്ങനെ കുറച്ച് പേരെ ഇനി ഇടണം. അങ്ങനെ കുറച്ച് പേരെ ഇട്ടേ പറ്റത്തുള്ളൂ, അല്ലാതെ ഇനി ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. എടാ ഒരു 2 പേര് വരാൻ വേണ്ടിയിട്ട് എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യുവാടാ? ആരും ഇല്ല നമ്മുടെ കൂട്ടത്തിൽ കളിക്കാൻ. ഞാൻ ഒരു കാര്യം എല്ലാത്തിൻ്റെ അടുത്ത് പറയുവാണേ, ഇത് എപ്പോഴും പറയണതല്ല. ഇന്ന് ഞാൻ കുറെ എണ്ണത്തിന് എടുത്ത് കളയും ഇതിനകത്തുനിന്ന്. ഈ പറയുന്നവന്മാർക്ക് ഇനി സിയോൺ സിറ്റിയിൽ ഗ്യാങ് സ്ലോട്ട് ഉണ്ടാവില്ല. ടിവിയുടെ ഇവിടെ RP ചെയ്യണമെങ്കിൽ കൂടെ നിന്ന് RP ചെയ്യാം. ടിവിയുടെ സ്ലോട്ടിൽ ഗ്യാങ് സ്ലോട്ടിൽ എന്തായാലും കളിക്കാൻ പറ്റത്തില്ല. ഗ്യാങ് RP എന്ന് പറഞ്ഞാൽ ഗ്യാങ് യൂണിഫോം ഇട്ട് കളിക്കാൻ പറ്റാത്തവന്മാർ ഇന്ന് കുറച്ച് കഴിയുമ്പോൾ ഗ്രൂപ്പ് ഒന്ന് നോക്കിയേക്കണം. അതിനകത്ത് കുറച്ച് പേരുടെ പേര് ഞാൻ എടുത്തിടും. അവന്മാർ നാളെ തൊട്ട് ടിവിയുടെ ഗ്യാങ് ഡ്രസ് ഇട്ട് കണ്ടേക്കരുത്. ഞാൻ ഇവിടെ അഡ്മിൻസിനെയും അറിയിക്കും കേട്ടോ, ആരെയൊക്കെയാണ് മാറ്റാൻ പോണേന്ന്. ഞാൻ കുറച്ച് പയ്യന്മാരെ റിക്രൂട്ട് ചെയ്യാൻ പോവാണ്. ഇതിൽ കൂടുതൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. 2 അവന്മാരെ വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 മണിക്കൂറായിട്ട് ഞാനിവിടെ നോക്കിയിരിക്കുക. നമുക്കും പേഴ്സണൽ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ അത് കളഞ്ഞിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ സിറ്റി കയറുന്നില്ലെന്ന് പറഞ്ഞതാ. സ്വന്തം ഗ്യാങ് ബാക്കിയുള്ളവരെ വേണ്ടി സാങ്കരണ പോലെ ഒന്നും കാണൂല ഉമ്മാർക്കിനി. നിന്റെ കാര്യമില്ല ഒരുത്തിനും ഞാൻ ഒരു 10 പേരെങ്കിലും വിളിച്ചിട്ടുണ്ട്, ഒരുത്തിനും എടുത്തിട്ട് പോലില്ല. ഇറങ്ങി കാര്യം മെമ്പേഴ്സുള്ള മാറ്റിക്കോ. ഗ്രേറ്റ് ഡിസിഷൻ. ഞാൻ അത് ചെയ്യാൻ പോണു കേസ്. ഇനി ഇത് ശരിയാവത്തില്ല. ഇനി എനിക്ക് ഇതിൻ്റെ പുറകെ അടക്കാൻ വയ്യ കേസ്. ഇതിൻ്റെ പുറകെ അടക്കാൻ സത്യമായിട്ടും വയ്യ. ആരംഭം മനു ബ്രോ താങ്ക് യു സോ മച്ച്. SDD 10 ഞാൻ കണ്ടില്ലായിരുന്നു. കുറേ ആയിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവന്മാർക്ക് ഒരു ഇതും ഇല്ല. ഓരോ ദിവസവും ഈ പറയണത് പോലെ ഓരോ റീസൺസ് പറയാ അല്ലാതെ ഞങ്ങളെല്ലാവരും മെയിൻ പ്ലേയേഴ്സ് എല്ലാവരും ആക്റ്റീവായി കേസ്. ഇവിടെ മെയിൻ പ്ലേയേഴ്സ് എല്ലാവരും, സരക്ക് ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ, ബാബു ആയിക്കോട്ടെ, ചന്ദ്രൻ ആയിക്കോട്ടെ,
എല്ലാവരും ആക്റ്റീവായി, മെയിൻ പ്ലേയേഴ്സ് എല്ലാവരും ആക്റ്റീവായി. ഇത് ബാക്കിയുള്ളവന്മാർക്ക് മാത്രം എന്താ ഇത്ര തിരക്കെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇവന്മാർ പ്രോപ്പറായിട്ട് കോളേജിൽ പോകുന്നുണ്ടോ? അതില്ല. പഠിക്കുന്ന കാര്യങ്ങളിൽ എൻഗേജ് ആവുന്നുണ്ടോ? അതില്ല. എല്ലാവന്മാർക്കും കോൺട്രാക്റ്റ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. എല്ലാം ഇതാക്കിയിട്ട് ഇപ്പം എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിൽ കൂടുതൽ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നില്ല. ബ്രോ പ്രൊഫസർ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടല്ലേ അവനെ ചെയ്ത് അതുപോലെ ഇവരെയും മാറ്റി നിർത്തണം. അത്രേ ഉള്ളൂ ബ്രോ. അത് എനിക്ക് നിങ്ങളുടെ സൈഡും കൂടെ എനിക്ക് ഒന്ന് അറിയണമായിരുന്നു. കുറേ നാളായിട്ട് ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇത് എന്തെങ്കിലും ചെയ്താൽ ഇതാവും. കാരണം കുറേ പ്ലെയേഴ്സിന് ടി വിയിൽ കളിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഒരു സമയത്ത് ബ്ലൈൻഡിൻ്റെ ലൈനപ്പൊക്കെ അടിപൊളിയായിട്ട് ഇരുന്നപ്പോൾ പോലെ ഗ്രൈൻഡ് ചെയ്ത് ബ്ലൈൻഡിൽ കയറണം, അതിൽ കയറണം എന്നുള്ള ആഗ്രഹമൊക്കെ ചെയ്യുന്നത് പോലെ ഈ ഇതിനകത്ത് കയറണം എന്നുള്ളൊരു ടി വിയിൽ കയറണം എന്ന ആഗ്രഹത്തോടെ ഗ്രൈൻഡ് ചെയ്യണ കുറച്ച് പിള്ളേരുണ്ട്. എനിക്ക് അവരെയൊക്കെ കുറേ പേരെ ക്ലോസ് ആയിട്ട് അറിയാം. ഇപ്പോഴും കയറാൻ ആഗ്രഹമുള്ള നല്ല ഗൺ പവറുള്ള നമുക്ക് സിറ്റിയിൽ എതിരെ നിൽക്കുന്ന ഗ്യാങ്ങിൽ വരെ അവർക്ക് പോലും അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവർക്ക് പോലും അറിയാമെന്നറിയില്ല. നമ്മുടെ സിറ്റിയിൽ നമ്മൾ ഇന്ന് കറൻ്റ്ലി സിറ്റുവേഷൻ എടുത്ത ഗ്യാങ്ങിലടക്കം നമ്മുടെ ഇതിനകത്ത് കയറാൻ താല്പര്യമുള്ള കുറച്ച് പിള്ളേരുണ്ട്. ഞാൻ അവരെയൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് ഞാൻ ഒരു കൂടിപ്പോയാലൊരു 3-4 റിക്രൂട്ട്മെൻറ്റ്സ്, ഒരു 4 റിക്രൂട്ട്മെൻറ്റ് ഞാൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ അറിയിക്കാം ഗൈസ്. അതെന്തായാലും ഞാൻ അറിയിക്കാം. വെറുതെ എനിക്കിനി കമ്മ്യൂണിക്കേഷൻ അത് മാത്രം നോക്കാം. ബട്ട് ബോമാങ് കണ്ണാപ്പിയൊക്കെ ഉണ്ടാക്കി ഒരു ഓളം ആർക്കും തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. റീപ്ലേസ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ഒന്നുകൂടെ എല്ലാം സെറ്റാക്കുന്നതാണ്. ഇല്ല ബ്രോ, ഞാൻ പറയണേക്ക് ഞാൻ അങ്ങനെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല ആരെയൊക്കെയാണ് റീപ്ലേസ് ചെയ്യാൻ പോണതെന്ന്. ഈ ഓളത്തിൻ്റെ കാര്യമല്ല. RP ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ സെക്ഷനും ഗൺ പവറിന് വേണ്ടി ഒരു പെർട്ടിക്കുലർ സെക്ഷനുമാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. RP ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ സെക്ഷനും ഗൺ പവറിന് വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ സെക്ഷനും മാത്രമായിട്ടാണ് ഞാനിപ്പോൾ ഇതാക്കണം. ഒരാളെ എടുത്ത് കളയുന്നില്ല ടി വിക്കകത്തുനിന്ന്. സ്ലോട്ട് എനിക്കിവിടെ എക്സ്റ്റൻഷൻ മേടിക്കാൻ നമുക്ക് പരിചയമുള്ള ഒരാളും ഇല്ല. നമ്മൾ ബ്രോക്ക് അറിയാമല്ലോ, നമുക്കൊരു ആൾക്ക് മാത്രം ടി വിക്ക് വേണ്ടി മാത്രമാണ് സ്ലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ബ്രോക്ക് അറിയാം. ഇവിടെ സിറ്റിസൺ RP ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോൾ പോലും ഇവിടെ ബാക്കിയുള്ള നമ്മുടെ ഇവിടുത്തെ കുറേ അണ്ണാണന്മാർ വന്നിട്ട് ലൈവ് ഇട്ട് കരച്ചിലായിരുന്നു. അതെ, ഇവന്മാർക്കൊന്നും ബാധകമല്ല. കാരണം അവരൊന്നും കമ്മ്യൂണിക്കേഷൻ RP ഇതൊന്നും ചെയ്യത്തില്ലല്ലോ ഗൈസ്. ഈ പറഞ്ഞ പോലെ സിറ്റി കയറും, ചൊറിയും, അടി ഉണ്ടാക്കും. ഇത് തന്നെ ഇവന്മാരുടെയൊക്കെ പരിപാടി. അപ്പോൾ ഇവരെ ഒന്നും അത് ബാധിക്കത്തില്ല. ഈ സിറ്റിസൺ ഡ്രസ്സ് ഇട്ട് വന്ന് എന്ത് പോക്കൃത്തരം കാണിക്കാന്ന് പറയുന്ന കുറച്ച് അവന്മാരുണ്ട്. അവന്മാർക്ക് ഞങ്ങൾക്കത് അക്സെപ്റ്റബിൾ അല്ലാത്തതുകൊണ്ട് ഞങ്ങളൊരു ഇത് പറഞ്ഞു. ഒരാളൊരു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലായിക്കോട്ടെ അല്ലെങ്കിൽ എന്തിലുള്ളതായിട്ടുള്ള നമ്മുടെ നാട്ടിലൊരു റൂൾ എപ്പോഴാണ് ചേഞ്ച് ആവുന്നത്? ഒരാൾക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു സാധനം ഫേസ് ചെയ്യേണ്ട വരുമ്പോഴാണ് ആ റൂള് റീഎൽട്ടർ ചെയ്യുന്നത്. അതേപോലെ ഞങ്ങൾക്ക് വന്നതുകൊണ്ട് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അത് റീഎൽട്ടർ ചെയ്യണോ വേണ്ട എന്നൊക്കെ സിയോണിൻ്റെ തീരുമാനമായിരുന്നു. അത് അവരാ തീരുമാനിച്ചത്, അല്ല ഞങ്ങൾ ആർക്കും കാശ് കൊടുത്ത് തീരുമാനിപ്പിച്ചതൊന്നുമല്ല മെയിൻ കാര്യം. അപ്പോൾ അത്രയും പറയാനുള്ളൂ. ഇതിൽ കൂടുതൽ വേറൊന്നും പറയാനില്ല ഗൈസ്. ഇന്ന് ഞാനൊരു തീരുമാനം എടുത്ത് ഞാൻ നിങ്ങളെ ലാസ്റ്റ് ഫൈനൽ ഡിസിഷൻ നാളെ അറിയിക്കും. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇത് ഈ ഒരു അവസ്ഥയിൽ പോകത്തില്ല ഗൈസ്. മെയിൻ ഒരു കാര്യം ഞാൻ പറയാം ഗൈസ്, ഒറ്റ കാര്യം ഞാൻ പറയാം. ഇന്ന് ഇനാക്റ്റീവ് ആയതിൽ കുറച്ച് ഞാൻ പ്രതീക്ഷയുണ്ടോ. കെവിനൊക്കെ എല്ലാ ദിവസവും വരുന്ന ആൾക്കാരാണ്. അവർ കുറച്ച് പേര് ചന്ദ്രന് ഇവരൊന്നും വരാതിരുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ സിറ്റിയിൽ കയറുന്നില്ലെന്ന് ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടായിരുന്നു. ഗൈസ് ഇന്ന് ഞങ്ങൾ സിറ്റിയിൽ കയറുന്നില്ല, എനിക്കിന്ന് ഇതുപോലെ രാത്രിയിൽ അവളെ വിളിക്കാൻ പോകണം, അതുകൊണ്ട് സിറ്റിയിലെ പരിപാടികളൊന്നും ഇന്ന് ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ കുറേ കമ്മിറ്റ് ചെയ്ത് പോയത്. ഓക്കെ, കമ്മിറ്റ് ആക്കി പോയത് അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യത്തിൽ തീരുമാനം എടുത്തിട്ട് ഞാൻ ഉറപ്പായിട്ടും അറിയിക്കാം. ഞാനപ്പോൾ ഇന്നത്തെ ലൈവ് അങ്ങോട്ട് നിർത്തുക ഗൈസ്. ഇന്ന് സിറ്റി കയറാൻ വേണ്ടി വന്നതല്ല, എനിക്കിന്ന് വൈഫിനെ പിക്ക് ചെയ്യാൻ പോകണം. അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നേരത്തെ നിർത്താമെന്ന് പറഞ്ഞു. ഇന്ന് RP പ്ലാൻ ഇല്ലായിരുന്നു. നാളെ എന്തായാലും ഞാൻ പറയാം എന്താണ് തീരുമാനം എന്നുള്ളത്, നാളെ അറിയിക്കാം. അപ്പോൾ ഞാൻ ലൈവ് അങ്ങോട്ട് നിർത്തുവാണ് ഗൈസ്. ബൈ.